നമസ്കാരം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യാപകമായിട്ടുള്ള പലവിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ അനിശ്ചിതാവസ്ഥകളൊക്കെ അറുതി വന്ന് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥകൾ പരിഹരിച്ച് വരുമാന മാർഗം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. അനുബന്ധ വ്യാപാരം തുടങ്ങുന്നതിനെപ്പറ്റി പരിഗണിക്കുവാനും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനും യോഗമുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. അബദ്ധങ്ങളിൽ നിന്നും അനിഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യവും ശ്രമകരമായി തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തിക്കുവാൻ സാധിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി മനസ്സമാധാനം കുറയും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാനും ഗുണകരമായി തീരുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. തിരുവോണ നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.